ഇപ്പൊ ഒരു സിനിമാടന്റെ മകൻ എന്ന് പറയുന്നതിനൊരു സ്കൂളിൽ എല്ലാവർക്കും വലിയൊരു കൗതുകം ഉണ്ടാവില്ല. കലാലയങ്ങളിൽ പോകുമ്പോഴൊക്കെ സിനിമാടന്റെ മകൻ, ആ സമയത്ത് ആൾക്കാർ അച്ഛനെ പറ്റിയുള്ള ചോദ്യങ്ങൾ റെഗുലറായിട്ട് ചോദിക്കില്ലേ? അറിയായിരുന്നോ കൂട്ടുകാർക്കൊക്കെ? അറിയാം. പക്ഷെ അത് ഒരു വലിയത്രം കാണിച്ചു പുള്ളി. പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാൻ വേണ്ടി സ്കൂളിൽ നിന്ന് നന്നായിക്കുമല്ലോ. അപ്പം പ്രോഗ്രസ് കാർഡെല്ലാം അമ്മച്ചിയെ സൈൻ ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ 6 പേരുണ്ട്, 5 പേരുടെയും സൈൻ ചെയ്തു, എൻ്റെ മാത്രം സൈൻ ചെയ്തില്ല. കാരണം അവരൊക്കെ എല്ലാവരും ജയിച്ചിട്ടുണ്ട്, ഞാൻ മാത്രം 4 തോറ്റിട്ടുണ്ട്, 2 ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് അച്ചായൻ വന്ന് സൈൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അച്ചായൻ വന്നപ്പോൾ അച്ഛൻ്റെ എടുത്തു, അച്ഛൻ മറിച്ച് തിരിച്ചൊക്കെ നോക്കി, ഈ സൈൻ ചെയ്യേണ്ട ആവശ്യമല്ലോ, 4 കീറിയിട്ട് എൻ്റെ തന്നു. അതുകൊണ്ട് നിർമ്മാതാവായി കേട്ടോ, അല്ലെങ്കിൽ പഠിച്ച് പാസ്സായിട്ട് വലിയ വേറെ ലെവലിൽ. അതുകൊണ്ട് അങ്ങേരെ വെച്ച് പടം എടുത്ത്. അത് തന്നെ, അതെ, അങ്ങേരെ അച്ഛനെ വെച്ച് പടം എടുത്ത്. അന്ന് ഒരുപാട് പഠിച്ച് പാസ്സായി പോയെങ്കിൽ കീറിയാൽ ഈ സ്കൂളില് ഞാനത് നമ്മളൊക്കെ സാധാരണക്കാരുടെ മക്കളാണ്. കഴിഞ്ഞില്ല. ഞാൻ എന്നിട്ട് ഇതുമായിട്ട് ഇങ്ങനെ സ്കൂളിൽ ചില ഹെഡ് മിസ്റ്റേഴ്സ് സിസ്റ്റർ അവരേലിയാണ് അവിടെ ഇരിക്കുന്നത്. ഈ പുള്ളിക്കാരത്തിട്ട് കാണിച്ചിട്ട് ഈ ക്ലാസ്സിൽ കയറാൻ ഞാനവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. തല സിൽവർ റെഡൊക്കെ അടിച്ച സമയത്താണ് ആ ലുക്കിൽ വരുന്നു ഒന്ന് ആലോചിച്ചു. ആ ലുക്കിൽ ഹെഡ് മിസ്റ്റേഴ്സിന്റെ റൂമിൽ ഇരിക്കുക. ഞാനവിടെ ചെന്ന് കയറി ഇപ്പം വിവരങ്ങളൊക്കെ ചോദിച്ചപ്പം പറഞ്ഞു, ഇന്ന പോലെ ക്ഷമിക്കണം, ഞാൻ അപ്പുറത്തൊരു പ്രത്യേക ഒരു വികാരത്തിൻ്റെ പേരിൽ സിസ്റ്റർ അതൊന്ന് കീറി, ക്ഷമിക്കണമെന്ന് ക്ഷമയൊക്കെ ചോദിച്ചു. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു എന്താ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഇദ്ദേഹത്തെ? ഒന്നും ചെയ്യണം, അവനെ വൈകുന്നേരം വരെ മുട്ടുകുത്തി നിർത്തിയാൽ മതി. നല്ല പണിഷ്മെന്റ്. സിൽവർ ഹെഡിന്റെ പരിപാടികളാ സ്കൂളിൽ വന്നിട്ട് വൈകുന്നേരം വരെ മുട്ടുകുത്തി നിർത്താൻ ഓർഡർ ഇട്ടിട്ട് പോയി.